വടക്കൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മൊറോക്കോയുടെ തീരങ്ങളോട് ചേർന്ന് സ്പെയിനിന്റെ രണ്ട് നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്, സ്യൂട്ടയും മെലില്ലയും. ആഫ്രിക്കൻ വൻകരയിൽ യൂറോപ്യൻ യൂണിയന്റെ ഏക കര അതിർത്തി എന്ന പ്രത്യേകതയും ഈ രണ്ട് കൊച്ചു പ്രദേശങ്ങൾക്കുണ്ട്. എങ്ങനെയാണ് ആഫ്രിക്കൻ മണ്ണിൽ സ്പെയിനിന് ഇത്തരം പ്രദേശങ്ങൾ ഉണ്ടായത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് വീണ്ടും വലിയ ചർച്ചയായത് എന്തുകൊണ്ടാണ്? ആ ചരിത്രവും നിലവിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളും പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഈ കഥ മനസ്സിലാക്കാൻ നമ്മൾ നൂറ്റാണ്ടുകൾ പിന്നോട്ട് സഞ്ചരിക്കണം. 15-ാം നൂറ്റാണ്ടിലെ റീകോൺക്വിസ്റ്റ കാലഘട്ടത്തിലും യൂറോപ്യൻ പര്യവേക്ഷണങ്ങളുടെ തുടക്കത്തിലുമാണ് സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ആധിപത്യം ഈ പ്രദേശങ്ങളിൽ ആരംഭിക്കുന്നത്. 1415-ൽ പോർച്ചുഗൽ സ്യൂട്ട പിടിച്ചടക്കിയപ്പോൾ 1497-ൽ സ്പെയിൻ മെലില്ലയും സ്വന്തമാക്കി. പിന്നീട് 1580-ൽ പോർച്ചുഗലിലെ രാജവംശത്തിലുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് പോർച്ചുഗലിന്റെയും ഭരണാധികാരിയായി മാറിയതോടെയാണ് സ്യൂട്ട സ്പാനിഷ് നിയന്ത്രണത്തിലാകുന്നത്. 1640-ൽ പോർച്ചുഗൽ വീണ്ടും സ്വതന്ത്ര രാജ്യമായപ്പോഴും സ്യൂട്ടയിലെ പ്രാദേശിക ഭരണാധികാരികളും ജനങ്ങളും സ്പെയിനൊപ്പം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് 1688-ലെ ട്രീറ്റി ഓഫ് ലിസ്ബൺ കരാറിലൂടെ പോർച്ചുഗൽ സ്യൂട്ടന്മേലുള്ള സ്പെയിനിന്റെ പരമാധികാരം ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൽ മൊറോക്കോയുമായി ഉണ്ടായ നിരന്തരമായ സൈനിക തർക്കങ്ങൾക്കൊടുവിൽ 1850-1860 കാലഘട്ടത്തിൽ ഹിസ്പാനോ മൊറോക്കൻ യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ സ്പെയിൻ വിജയിക്കുകയും തുടർന്നുണ്ടാക്കിയ ട്രീറ്റി ഓഫ് വാദ്രാസ് കരാറിലൂടെ സ്യൂട്ടയും മെലില്ലയും അതിർത്തികൾ വിപുലീകരിക്കുകയും ചെയ്തു. ഈ കരാറുകളാണ് ഇന്ന് നാം കാണുന്ന രീതിയിൽ മൊറോക്കോയുമായുള്ള ഈ നഗരങ്ങളുടെ കര അതിർത്തികൾ കൃത്യമായി നിർണ്ണയിക്കുന്നത്. 1956-ൽ ഫ്രാൻസും സ്പെയിനും മൊറോക്കോയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയെങ്കിലും നൂറ്റാണ്ടുകളായി തങ്ങളുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള സ്യൂട്ടയും മെലില്ലയും സ്പെയിൻ തങ്ങളുടെ അവിഭാജ്യ ഘടകമായി തന്നെ നിലനിർത്തി. ആധുനിക മൊറോക്കോ എന്ന രാജ്യം രൂപീകരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഈ നഗരങ്ങൾ സ്പെയിനിന്റെ ഭാഗമാണെന്നാണ് സ്പെയിനിന്റെ വാദം. എന്നാൽ മൊറോക്കോ ഇന്നും ഈ നഗരങ്ങളെ തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളായാണ് കാണുന്നത്. പിന്നീട് 1978-ൽ സ്പെയിനിൽ ജനാധിപത്യ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഈ പ്രദേശങ്ങളെ ഭരണഘടനയുടെ സംരക്ഷണയിലാക്കുകയും 1995-ൽ ഇരു നഗരങ്ങൾക്കും സ്വയംഭരണ നഗരങ്ങൾ എന്ന പദവി നൽകുകയും ചെയ്തു. ഇതോടെ സ്പെയിനിലെ മറ്റ് പ്രധാന പ്രവിശ്യകൾക്ക് സമാനമായി സ്വന്തമായി മേയർ, സിറ്റി കൗൺസിൽ, പ്രാദേശിക നിയമനിർമ്മാണ അധികാരം എന്നിവ ഈ നഗരങ്ങൾക്കും ലഭിച്ചു. ഇനി എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നഗരങ്ങൾ ആഗോള മാധ്യമങ്ങളിൽ വീണ്ടും വലിയ വാർത്തയായത് എന്ന് നോക്കാം. വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കാനുള്ള പ്രധാന കവാടമായതിനാൽ വർഷങ്ങളായി അഭയാർത്ഥി പ്രവാഹത്തിന്റെ കേന്ദ്രമാണ് സ്യൂട്ടയും മെലില്ലയും. കഴിഞ്ഞ ആഴ്ചകളിൽ സ്യൂട്ട അതിർത്തികളിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തത്. 10,000-കണക്കിന് അഭയാർത്ഥികളാണ് കടലിലൂടെയും അതിർത്തി മതിലുകൾ വഴിയും സ്യൂട്ടയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഈ പെട്ടെന്നുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, സ്പെയിൻ നടപ്പിലാക്കിയ പുതിയ കുടിയേറ്റ നയങ്ങളും അതിനു പിന്നാലെ ജൂണിൽ വന്ന സ്പാനിഷ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയുമാണ്. സമുദ്രത്തിൽ വെച്ച് തടയപ്പെടുന്ന അഭയാർത്ഥികളെ ഉടനടി തിരിച്ചയക്കാൻ പാടില്ല എന്നും അവർക്ക് നിയമപരമായ പ്രക്രിയകളിലൂടെ കടന്നുപോകാൻ അവസരം നൽകണം എന്നുമായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഈ വിധിയെ മനുഷ്യക്കടത്തുകാർ തെറ്റായി പ്രചരിപ്പിക്കുകയും ആളുകളെ അതിർത്തിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു എന്ന് സ്പെയിൻ ഭരണകൂടം ആരോപിക്കുന്നു. രണ്ടാമത്തേത്, മൊറോക്കോയും സ്പെയിനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലെ സങ്കീർണതയാണ്. പലപ്പോഴും അതിർത്തി സുരക്ഷയിൽ മൊറോക്കോ വരുത്തുന്ന അയവുകൾ വലിയ അളവിലുള്ള കുടിയേറ്റ പ്രവാഹത്തിന് കാരണമാകാറുണ്ട്. ഇതൊന്നുമല്ലാത്ത മറഞ്ഞിരിക്കുന്ന മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്. അത് ഇസ്രായേലിന്റെ ഇടപെടലുകളാണ്. അബ്രഹാം ഉടമ്പടിയിലൂടെ ഇസ്രായേലിന്റെ സൈനിക പങ്കാളിയായ മൊറോക്കോയെ ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തിയ നീക്കമാണ് ഈ കുടിയേറ്റ പ്രതിസന്ധിയുടെ കാരണം എന്നാണ് പുതിയ ആരോപണം. സ്പാനിഷ് പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് ഇസ്രായേൽ മന്ത്രി ഇറ്റാമർ ബെൻഗുർ രംഗത്തെത്തിയതും സ്പെയിൻ ഇപ്പോഴും ആഫ്രിക്കയിൽ കോളനികൾ നിലനിർത്തുകയാണ് എന്ന് UN-ലെ ഇസ്രായേൽ അംബാസഡർ ഡാനി ഡാനൻ വിമർശിക്കുകയും ചെയ്തത് ഇതിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണെന്ന് സൂചിപ്പിക്കുന്ന വസ്തുതകളാണ്. ഗസയിലെ സൈനിക നടപടികൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്ന സ്പെയിനിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പരസ്യമായി മുന്നറിയിപ്പ് നൽകിയതാണ്. അതിനുശേഷമാണ് കൃത്യമായ ആസൂത്രണമില്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് 10,000-കണക്കിന് അഭയാർത്ഥികൾ സ്പെയിൻ അതിർത്തിയിലേക്ക് എത്തിയത് എന്നതും ഈ ആരോപണത്തിന് ബലമേകുന്നുണ്ട്. നിലവിൽ സ്യൂട്ടയിലെ പ്രാദേശിക ഭരണകൂടം ഇത് വലിയൊരു മാനുഷിക അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് അതിർത്തി സന്ദർശിക്കുകയും രാജ്യത്തിന്റെ ഭൂപ്രദേശത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ 500-ലധികം വർഷത്തെ കോളനി വാഴ്ചയുടെ ചരിത്രശേഷിപ്പുകളായ സ്യൂട്ടയും മെലില്ലയും ഇന്ന് ആഫ്രിക്കയുടെയും യൂറോപ്പിന്റെയും ഇടയിലുള്ള ഏറ്റവും തന്ത്രപ്രധാനവും തർക്കനിർഭരവുമായ അതിർത്തിയായി തുടരുകയാണ്.